ഞാനിപ്പോൾ നിൽക്കുന്നത് കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ കൽക്കുണ്ട് വാർഡിലെ കപ്പിലാന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ 2006 MLA 25 ലക്ഷം രൂപയുടെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് SC കുടുംബങ്ങൾക്ക് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു ടാങ്കാണ് ഈ കാണുന്നത്. ഈ ടാങ്ക് നടപ്പിലാക്കി 10-40ഓളം കുടുംബങ്ങൾക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാൻ വേണ്ട സാഹചര്യങ്ങളൊന്നും ഒരുക്കിയിരുന്നു. മോട്ടോർ വെച്ച് എല്ലാ വീട്ടിലേക്കും പൈപ്പുകളും ടാങ്കുകളും ഒക്കെ സ്ഥാപിച്ചു. പക്ഷേ അത് കുറച്ചു കാലം കഴിഞ്ഞ് 2-3 വർഷത്തിന് ശേഷം അതങ്ങനെ നശിച്ചു പോയി, തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ പോവുകയും മോട്ടറടക്കം നഷ്ടപ്പെടുകയും പൈപ്പുകളും മറ്റു കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഒരു കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു പ്രയോജനവുമില്ലാതെ കിടക്കുന്ന ഈ ടാങ്കിന് ഇപ്പോൾ 2 വർഷം മുമ്പ് ഈ 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് 3.5 ലക്ഷം രൂപ വെച്ച് ഈ ഒരാളുകൾക്ക് ഒരു ഗുണവുമില്ലാത്ത ഈ ഒരു ടാങ്കിന് വേണ്ടി ടൈൽസ് വിരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മുഴുവനും കമ്മീഷൻ പറ്റാൻ വേണ്ടി മാത്രമാണ് ഈ ടൈൽസ് വിരിച്ചു എന്നാണ് ജനങ്ങളുടെ സംസാരം. ഇത് ആർക്കും ഒരു പ്രയോജനമില്ലാതെ കാട് മൂടി നശിച്ച് ഇതിന് പൈപ്പില്ല, ഇതില്ല, ടാങ്കില്ല, വെള്ളമില്ല, കോണില്ല. കോണി എന്നതിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് ഒരു കോണി കൊടുത്തിട്ടാണ് ഇതിനകത്ത് കയറി നോക്കിയത്. ഇങ്ങനെയുള്ള ഒരു ടാങ്കിന് വേണ്ടിയിട്ട് 3.5 ലക്ഷം രൂപ ഇപ്പോൾ ഒരു വർഷം മുമ്പ് ചെലവ് വെച്ചുകൊണ്ട് ഇതിനകത്ത് മുഴുവനും ടൈൽസ് ഇട്ടിക്കുകയാണ്. ഇത് ആർക്ക് വേണ്ടിയാണ്? ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്. എന്താണ് ഇതിന്റെ അവസ്ഥ എന്നുള്ളത്. 10-20 വർഷമായിട്ട് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന സാധനം ഇപ്പോൾ ഈ 2 കൊല്ലത്തിന് മുന്നേ ടൈല് വിട്ട് 3.5 ലക്ഷം രൂപ മുടക്കി ടൈല് വിട്ടിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ജനങ്ങൾക്ക് ഒന്ന് അറിവിലേക്ക് ജനങ്ങൾക്ക് വിവരം തരണം. അത് തന്നെ അതിന് പദ്ധതി തുടങ്ങാൻ ഏതെല്ലാം വിധത്തിലുള്ള പദ്ധതികൾ തുടങ്ങാനുള്ള വകുപ്പുകൾ ഇവിടെ ഇഷ്ടംമാതിരിയുണ്ട്. അതിനാരും പഞ്ചായത്തോ അങ്ങനെയുള്ള അധികൃതരോ സഹകരിക്കുന്നില്ല. 2006 തുടങ്ങിയ ഒരു പദ്ധതി ആയിരുന്നു അത്. പിന്നെ അന്ന് എല്ലാവർക്കും വെള്ളം കിട്ടിയിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അത് ഉപയോഗശൂന്യമായിട്ട് 10-20 കൊല്ലം കടന്നു. ഇപ്പൊ 2 കൊല്ലമായിട്ട് ടൈൽസ് ഇട്ട് പോയിട്ടുണ്ട്. അത് എന്തിനാ ഇട്ടുകണേ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ വെള്ളത്തിന്റെ പരിപാടിയില്ല, ഒന്നുമില്ല. ആ കുടിവെള്ള പദ്ധതി നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ. നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ. +2 യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.